നമസ്കാരം. ഇന്ന് ദേശാഭിമാനിയോട് വളരെ ബഹുമാനം തോന്നിയ ദിവസമാണ്. ഇന്ന് മാത്രമല്ല ഇന്നലെയും. കാരണം ഒരു വാർത്തയാണ്. നമ്മളിപ്പോൾ നല്ലത് ആര് ചെയ്താലും പറയണമല്ലോ. ആ കാരണം കൊണ്ട് തന്നെയാണ് ഈ ചെറിയൊരു വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ആ വാർത്ത ഇതായിരുന്നു: ആറാലുംമൂട് ഗോപനെ സംസ്കരിച്ചു എന്നതായിരുന്നു വാർത്ത. മറ്റ് പത്രങ്ങളൊക്കെ ആറാലുംമൂട് ഗോപനെ ഗോപൻ സ്വാമി എന്ന് അഭിസംബോധന ചെയ്ത് വലിയ രീതിയിൽ വാർത്തകളൊക്കെ കൊടുത്ത് അത് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ഗോപൻ സ്വാമിക്ക് മഹാസമാധി എന്നൊക്കെ എഴുതി പിടിപ്പിച്ചപ്പോൾ ദേശാഭിമാനി മാത്രമാണ് സംസ്കരിച്ചു, ആറാലുംമൂട് ഗോപനെ സംസ്കരിച്ചു എന്നെഴുതിയത്. നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചു എന്നെഴുതിയത്. വൈകിട്ട് അതിൻ്റെ വാർത്തകൾ ഇങ്ങനെയായിരുന്നു: ആറാലുംമൂട് ഗോപനെ സംസ്കരിച്ചു. വൈകിട്ട് 6 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. 4 മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ആറാലുംമൂടിലെ വീടിന് സമീപം സ്ഥാപിച്ച പുതിയ കല്ലറയിലാണ് മൃതദേഹം സംസ്കരിച്ചത്. നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും നാമജപയാത്രയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. സന്യാസിമാരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നായിരുന്നു വാർത്ത. ഈ നിരവധിയായ രാഷ്ട്രീയ വിയോജിപ്പുകൾ എനിക്ക് വ്യക്തിപരമായി ദേശാഭിമാനിയോടുണ്ട്, CPM-നോടുണ്ട്, ഇടതുപക്ഷത്തോടുണ്ട്. ഒക്കെ മാർക്സിസം എന്ന ഐഡിയോളജി തീരെ വിശ്വസിക്കാത്തൊരു വ്യക്തി കൂടിയാണ്. ഇതിനെയൊക്കെ കൊണ്ടു നടക്കുന്ന ദേശാഭിമാനി എന്ന പത്രത്തിനോട് വിയോജിപ്പുകൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും ഇത്തരമൊരു വാർത്ത കൊടുക്കാൻ തങ്ങൾക്ക് റെസ്പോൺസിബിൾ ജേർണലിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന ധ്വനി അല്ലെങ്കിൽ അതിൽ കൃത്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമൊക്കെ നമുക്ക് മനസ്സിലാകും. എന്തായാലും ദേശാഭിമാനിയുടെ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും നിലപാടുകളിലെ വിയോജിപ്പുകൾക്കിടയിലും ദേശാഭിമാനി ഇത്തരത്തിൽ ആറാലുംമൂട് ഗോപൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ സംസ്കരിച്ച എന്ന രീതിയിൽ മാത്രം വാർത്ത എഴുതിയത് വളരെ മികച്ച ഒന്നായി മാത്രമാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, ഗോപൻ സ്വാമിയുടെ സംസ്കാരം നടക്കുമെന്ന വാർത്തയും ദേശാഭിമാനി നല്ല വൃത്തിയായി കൊടുത്തിരുന്നു. നെയ്യാറ്റിൻകര ഗോപന്റെ സംസ്കാരം ഇന്ന് എന്ന് പറഞ്ഞ തലക്കെട്ടിലായിരുന്നു കൊടുത്തിരുന്നത്. അത് വാർത്തയുടെ ബാക്കി ഭാഗങ്ങൾ വൈകിട്ട് 4 മണിയോടെ ആറാലുംമൂടിലെ വീടിന് സമീപം സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് മാത്രം കൊടുക്കുകയും ചെയ്തു. മംഗളം പത്രവും ഈ വാർത്ത കൊടുത്തത് വളരെ മാതൃകാപരമാണ്. ഞാൻ മംഗളം പത്രത്തിലൂടെ മാധ്യമപ്രവർത്തനം ആരംഭിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി അവർ സംസ്കാരം നടന്നതിന് ശേഷം കൊടുത്തിരുന്ന വാർത്ത. അത് ഇങ്ങനെയായിരുന്നു: പുതിയ കല്ലറയിൽ ഗോപന സമാധി എന്നായിരുന്നു വാർത്ത. സംസ്കാര ചടങ്ങുകൾ സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ എന്ന് പറയുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം ആചാരാനുഷ്ഠാനങ്ങളോടെ സംസ്കരിച്ചു. പുതിയ കല്ലറ പണിത ശേഷം സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു സമാധി രൂപത്തിൽ സംസ്കാരം എന്നായിരുന്നു മംഗളം പത്രവും കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ റെസ്പോൺസിബിൾ ജേർണലിസം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ആളുകൾക്ക് മതപരമായി എന്തിലും വിശ്വസിക്കാനുള്ള അവകാശാധികാരങ്ങളുണ്ട്. നിങ്ങൾക്കത് എങ്ങനെയും വിശ്വസിക്കാം. പക്ഷേ നമ്മളുടെ മുന്നിലാണ് പുതിയൊരു ആൾ ദൈവം പൊട്ടിപ്പുറപ്പെട്ട് വന്നത്. അതിൽ ക്രൈം നടന്നിരിക്കുന്നു എന്നതിന് സാധ്യതകൾ ധാരാളമുണ്ട്. കാരണം ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന അലിഗേഷൻസ് ഒക്കെ നമുക്കറിയാം. വാർത്ത പുറത്തു വന്നതോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ചുള്ള രാസപരിശോധനയുടെ ഫലം ഇനിയും വരാനുണ്ട്. ആ ഫലം വരുന്ന ഘട്ടത്തിൽ മാത്രമാണ്, അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നാൽ മാത്രമാണ് നടന്നത് സാധാരണമായ ഒരു മരണമായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൊലപാതക സാധ്യതകൾ ഉണ്ടോ അല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള കാര്യങ്ങൾ നിലനിൽക്കെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പത്രസ്ഥാപനം കൊടുക്കേണ്ടുന്ന വാർത്ത അത് ഗോപൻ സ്വാമിക്ക് മഹാസമാധി എന്ന് പറഞ്ഞുകൊണ്ട് അല്ല വേണ്ടതെന്ന് തിരിച്ചറിവ് എന്തായാലും ഈ റെസ്പോൺസിബിൾ ജേർണലിസ്റ്റ് അതിൽ ദേശാഭിമാനിക്കും മംഗളത്തിനും വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. എന്തായാലും മരണത്തിൽ ഇതുവരെ ദുരൂഹത തീർന്നിട്ടില്ല. നെയ്യാറ്റിൻകര ഗോപന്റെ മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്നാണ് ഫോറൻസിക് സംഘം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, പല മാധ്യമങ്ങളിലും ഈ ഗോപൻ സ്വാമി എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. സത്യത്തിൽ അത് തെറ്റായൊരു പ്രൊപ്പഗേഷനാണ്. അതായത് ഒരു കാര്യത്തെ വ്യവസായമാക്കി മാറ്റുകയാണ്. കാര്യം ഇന്ത്യയിൽ ഏറ്റവും നല്ല മികച്ച വ്യവസായം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഭക്തി വ്യവസായമാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രത്യേക കഴിവുണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തനിക്ക് ദൈവത്തിനെ കാണാൻ സാധിച്ചു എന്ന് പറയുക, സമാധിയായി എന്ന് പറയുക, ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം മുതൽ അതൊരു ഇൻകം ജനറേഷനുള്ളൊരു പരിപാടിയായി മാറുകയാണ് ഇന്ത്യയിൽ. അതിൻ്റെ ഒരു വലിയ ബ്രാൻഡിങ് വരികയും അത് ഇതുപോലുള്ള മാധ്യമങ്ങൾ വഴി മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ റെസ്പോൺസിബിൾ ജേർണലിസം വർക്ക് ചെയ്യുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഈ ഗോവന്റെ മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ല. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമാണ് കൃത്യമായ മരണകാരണം പറയാൻ കഴിയുമെന്നാണ് ഡോക്ടർമാരും പോലീസിനെ അറിയിച്ചത്.
മരണം അസ്വാഭാവികമാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല, എന്നാൽ സ്വാഭാവികമാണ് എന്നതിന് തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. ശ്വാസകോശത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം പുറത്തു വരണം. അതിനുശേഷമേ മരണകാരണത്തിൽ നിഗമനത്തിലെത്താൻ കഴിയൂവെന്നും ഫോറൻസിക് സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതായത് അതിയന്നൂർ കാവുവിളകാത്ത ഗോപന്റെ മരണം സമാധി എന്ന പേര് വന്നതോടുകൂടി അതിന് വലിയ വാർത്താ പ്രാധാന്യം വരികയും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം മക്കൾ കൊടുക്കുന്ന ചില ബൈറ്റുകളൊക്കെ കാണുകയുണ്ടായി. അവിടെ ഇനി പ്രതിഷ്ഠ ഉണ്ടാകും, അവിടെ തീർത്ഥാടകരെത്തും, വലിയ രീതിയിൽ ഒരു ബ്രാൻഡിങ്ങിനുള്ള പരിപാടിയാണ്. എന്തായാലും വളരെ മികച്ച ഒരു വ്യവസായം തന്നെയാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. നാളെ അവിടെ വലിയൊരു അമ്പലം വന്നേക്കാം. അവിടെ പല ഘട്ടങ്ങളിലായി ഇവർ ഈ സ്മൃതി മണ്ഡപമോ കല്ലറയോ എന്നൊക്കെ വിളിക്കാവുന്ന ആ കല്ലറ പൊളിക്കാൻ നേരത്ത് ഈ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഈ ഗോപന്റെ മകൻ വിളിച്ച് പറഞ്ഞ സാധനമുണ്ട്, ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നേ, മതവികാരത്തെ വ്രണപ്പെടുത്തുന്നേ എന്നാണ്. അപ്പം കൃത്യമായ അളവിൽ ഏത് ഡോസിൽ ഈ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകളുടെ വൈകാരികമായ ആളുകളെ ചൂഷണം ചെയ്യാമെന്ന് ഇങ്ങനെയുള്ള നല്ല ബിസിനസ്സുകാർക്ക് അറിയാം. എന്തായാലും കാവുളകാത്ത ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയാൻ മനസ്സ് കാണിച്ച റെസ്പോൺസിബിൾ ജേർണലിസം കാണിച്ച ദേശാഭിമാനിയോടും മംഗളത്തോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ.